ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സിങ്കിങ് ഫണ്ട് എന്നും അതേപോലെ തന്നെ എങ്ങനെയാണ് സിങ്കിങ് ഫണ്ട് വന്നു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവുക എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി അത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് വിത്ത് സിങ്കിങ് ഫണ്ട് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ: ഓൺ January 1, 2001, M Limited issued 812% debentures of ₹100 each, repayable at the end of 3 years. It has been decided to institute a sinking fund for the purpose. The investments were expected to earn 5% net per annum. Sinking fund table show that ₹0.317208 invested annually at 5% amounts to ₹1 in 3 years. Investments were made in multiples of hundreds only. Give journal entries and ledger accounts to deal with the redemption. Assuming investments realize ₹55,000 and that the bank balance was ₹35,000 on the date of redemption. നമുക്കാദ്യം എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2001 ജനുവരി 1 എം ലിമിറ്റഡ് എന്ന കമ്പനി 800 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഒരു ഡിബഞ്ചറിൻ്റെ വില എത്രയാണ്? 100 രൂപയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ആദ്യം എന്താണ് പറയുന്നത്? 2001 ജനുവരി 1 എം ലിമിറ്റഡ് എന്ന കമ്പനി 800 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഒരു ഡിബഞ്ചറിന് വരാൻ 100 രൂപയാണ്. അത് റീപേ ചെയ്യുന്നത്, അത് റെഡീം ചെയ്യുന്നത് എന്ന് വെച്ചാൽ 3-ാമത്തെ വർഷം അവസാനമാണ്. അറ്റ് ദി എൻഡ് ഓഫ് 3 ഇയേഴ്സിലാണ് എന്ത് നടക്കുന്നത്? റിഡംഷൻ നടക്കുന്നത്. പിന്നെ പറയുന്നത് എന്ന് വെച്ചാൽ കമ്പനി എന്ത് തീരുമാനിച്ചിട്ടുണ്ട്? ഈ റിഡംഷൻ നടത്തുന്നത് സിങ്കിങ് ഫണ്ട് യൂസ് ചെയ്തിട്ടാണ്. കമ്പനി എന്ത് പറയുന്നുണ്ട്? സിങ്കിങ് ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ റിഡംഷൻ നടത്തുന്നത് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കമ്പനി എന്ത് ചെയ്യും? സിങ്കിങ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് റിഡംഷൻ നടത്തുന്നത് എന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റിവെക്കുന്ന എമൗണ്ട് കമ്പനി എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ കമ്പനിക്ക് ഓരോ വർഷവും 5% ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ 5% നെറ്റ് പെർ ആനം കിട്ടുന്നുണ്ട്. 5% നെറ്റ് പെർ ആനം എന്ന് പറഞ്ഞിട്ടുള്ളത് ആ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ 5% എന്ത് കിട്ടും? ഓരോ വർഷം ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. അതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താ പറയുന്നത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. അതായത് സിങ്കിങ് ഫണ്ട് ടേബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 0.317208 തന്നിട്ടുണ്ട്. അതെന്താണ്? അത് ഒരു സിങ്കിങ് ഫണ്ട് ടേബിളാണ്. അതിൽ നമുക്ക് പറയുന്നുണ്ട് എത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താലാണ് ഓരോ വർഷവും നമുക്ക് ഇത്ര എമൗണ്ട് കിട്ടുകയെന്ന്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കുക. 3-ാമത്തെ വർഷം 1 രൂപ കിട്ടണമെങ്കിൽ നമ്മൾ ഓരോ വർഷവും 32 പൈസ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ള പോയിന്റ്. 317208 എന്ന് പറയുന്നത് 32 പൈസയാണ്. അതായത് 3-ാമത്തെ വർഷം അവസാനിക്കുമ്പോൾ നമുക്ക് 1 രൂപ കിട്ടണമെങ്കിൽ നമ്മൾ ഓരോ വർഷവും 32 പൈസ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. നമ്മൾ സിങ്കിങ് ഫണ്ടിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഒരു ബാലൻസ് ഓരോ വർഷം എന്ത് ചെയ്യും? സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റും. അങ്ങനെ മാറ്റുന്ന എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലൊക്കെ നമ്മൾ പറഞ്ഞാണ് എന്ത്? നമ്മൾ ഓരോ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റി വെക്കും. റിഡംഷൻ നടത്താൻ വേണ്ടിയിട്ട്, റിഡംഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. ആ മാറ്റി വെക്കുന്ന എമൗണ്ടിൽ നമ്മൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലോ അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റീസിലോ ഇൻവെസ്റ്റ് ചെയ്യാം എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് 100ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മളിവിടെ കോസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്താണ്? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് 100ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 12,349 എന്ന് പറഞ്ഞ എമൗണ്ട് ഉണ്ട്. അപ്പോൾ 12,349 എന്ന് പറഞ്ഞ എമൗണ്ട് ഒരിക്കലും 100ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ അത് 100ൻ്റെ മൾട്ടിപ്പിൾ ആക്കണമെങ്കിൽ 50-ൽ താഴെയാണെങ്കിൽ അത് 349 ആയതുകൊണ്ട് 50 താഴെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 12,300 ആയിട്ട് കൺസിഡർ ചെയ്യും. നേരെ മറിച്ച് 12,351 ആയിരുന്നുവെങ്കിൽ 50-ന് മേലെയാണെങ്കിൽ അതെന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും? 12,400 ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഇവിടെ 100ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഖ്യ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
നമ്മളോട് ഇവിടെ എന്താ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ജേണൽ എൻട്രീസും അതേപോലെ തന്നെ നമ്മളോട് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളോട് ഇവിടെ ജേണൽ എൻട്രീസും നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അതേപോലെ തന്നെ ഏതൊക്കെ അക്കൗണ്ടുകളുണ്ടോ അതിൻ്റെയൊക്കെ ലെഡ്ജർ അക്കൗണ്ടുകളും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതുകൂടാതെ നമ്മളോടൊരു ഐറ്റം കൂടെ പറയുന്നുണ്ട് പ്രോബ്ലം ചെയ്യാനായിട്ട്. അവസാനമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റിയലൈസ് എന്ന് പറഞ്ഞിട്ട് 55,000 ആണെന്ന് നമ്മളോട് പറയുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്താണ്? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി 3 വർഷം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അവസാനത്തെ വർഷം നമുക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എമൗണ്ട് എന്ന് പറയുന്നത് 55,000 രൂപയാണ്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നതായിരിക്കും. എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് സൊല്യൂഷനിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യമാണ് എമൗണ്ട്സ് ടു ബി റീപെയ്ഡ്. നമ്മൾ എത്ര എമൗണ്ടാണ് റീപേയ്മെൻറ്റ് നടത്തേണ്ടത് അല്ലെങ്കിൽ റിഡംഷൻ നടത്തേണ്ടത്? എത്ര എമൗണ്ടാണ്? നമുക്കറിയാം 800 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് ഓരോ ഡിബഞ്ചറിന് 100 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള എമൗണ്ട് എത്രയായിരിക്കും? 800 × 100 എത്രയായിരിക്കും? 80,000 ആയിരിക്കും നമ്മളെ തിരിച്ചടക്കാനായിട്ട്, കമ്പനി തിരിച്ചടക്കാൻ അല്ലെങ്കിൽ റിഡംഷൻ നടത്താനായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 80,000 രൂപയായിരിക്കും. നെക്സ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എമൗണ്ട്സ് ടു ബി സെറ്റ് അസൈഡ് ടു ഗെറ്റ് ₹80,000 ആഫ്റ്റർ 3 ഇയേഴ്സ്. അതായത് 3 വർഷം അവസാനിക്കുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് 80,000 രൂപ കിട്ടണമെങ്കിൽ നമ്മൾ എത്ര എമൗണ്ട് മാറ്റി വെക്കണം, സെറ്റ് അസൈഡ് ചെയ്യണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ടോട്ടൽ എത്ര രൂപയാണ് 3 വർഷത്തിന് ശേഷം കിട്ടേണ്ടത്? 80,000 രൂപയാണ്. അപ്പോൾ നമ്മളോട് സിങ്കിങ് ഫണ്ട് ടേബിളിൽ പറയുന്നുണ്ട് 1 രൂപ കിട്ടണമെങ്കിൽ 3 വർഷം അവസാനിക്കുമ്പോൾ 1 രൂപ കിട്ടണമെങ്കിൽ 32 പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 80,000 × 0.317208 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 25,376.64 ആണ് കിട്ടുക. അപ്പോൾ അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 25,377 രൂപയാണ് നമുക്ക് കിട്ടുക. 25,377 രൂപയാണ് ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മാറ്റി വെക്കേണ്ടത്, എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യേണ്ടത്. അതായത് സിങ്കിങ് ഫണ്ടിലേക്ക് നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും ഓരോ വർഷവും മാറ്റി വെക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 25,377 രൂപയാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് മുന്നേ എഴുതി വെച്ചതാണ്, അതേ ജേണൽ എൻട്രീസ് തന്നെയാണ് വരിക. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യണം? ജേണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് എം ലിമിറ്റഡിൻ്റെ ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ എൻട്രി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കാണിക്കണം. അത് എപ്പോഴാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്? 1/1/2001 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. അപ്പോൾ വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 80,000 to 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 80,000. നറേഷൻ എന്താണ്? എമൗണ്ട് റിസീവ്ഡ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് റിസീവ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രി നമ്മൾ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ 80,000 നമുക്ക് കിട്ടി. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യുക, മാറ്റി വെക്കുക സിങ്കിങ് ഫണ്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴാണ് എമൗണ്ട് മാറ്റി വെക്കുക? ഓരോ വർഷത്തിൻ്റെയും അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? എമൗണ്ട് മാറ്റി വെക്കാറുള്ളത്. അപ്പോൾ 31 ഡിസംബർ 2001 എന്ത് ചെയ്യാണ്? എമൗണ്ട് മാറ്റി വെക്കാണ്. അതിൻ്റെ എൻട്രിയാണ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ എത്രയാണ് മാറ്റി വെക്കേണ്ടത് ഓരോ വർഷവും? 25,377 രൂപ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഏതാണ്? സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 25,377. എമൗണ്ട് സെറ്റ് അസൈഡ് ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഒന്നാമത്തെ വർഷം അവസാനം എന്ത് ചെയ്തു? 25,377 രൂപ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റിവെച്ചു. ഇനി ആ മാറ്റിവെച്ച എമൗണ്ട് നമ്മൾ ആ ദിവസം തന്നെ എന്ത് ചെയ്യണം? അത് ഇൻവെസ്റ്റ് ചെയ്യണം. ഏതെങ്കിലും ഗവൺമെൻറ് സെക്യൂരിറ്റീസിലോ അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റീസിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ 31/12/2001 സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? 25,400 ടു ബാങ്ക് അക്കൗണ്ട് 25,400. എങ്ങനെയാണ് 25,400 വന്നിട്ടുള്ളത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? 100ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അപ്പോൾ 25,377 എന്ന് പറയുമ്പോൾ 350ൻ്റെ മേലോട്ടാണ്. അപ്പോൾ നമ്മൾ 400 കൺസിഡർ ചെയ്യും. അപ്പോൾ 25,400 നമ്മൾ എന്ത് ചെയ്യും? റൗണ്ട് ഓഫ് ചെയ്യും. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്യണം? അങ്ങനെ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അടുത്ത വർഷം അവസാനമാകുമ്പോഴേക്ക് നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യണം?
റെക്കോർഡ് ചെയ്യണം. അപ്പോൾ 31/12/2002 ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാണുക? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 5% ആണ്. ഇവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 25,400 ഇൻറ്റു 5%. 5/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1270 ആണ് കിട്ടുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 1270 ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 1270. അപ്പോൾ രണ്ടാമത്തെ വർഷം എൻഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് കിട്ടുന്നതായിട്ടുള്ള എൻട്രി റെക്കോർഡ് ചെയ്തു. ഇനി ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റണം. നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതേ ഡേറ്റ് തന്നെയാണ് 31/12/2002 ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ 1270 to sinking fund account 1270. ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം? സാധാരണ ചെയ്യാറുള്ള പോലെ രണ്ടാമത്തെ വർഷം എൻഡിങ്ങിലാവുമ്പോൾ എന്ത് ചെയ്യണം? ഓരോ വർഷവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് 25,377 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റിവെക്കും, സെറ്റ് അസൈഡ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ വർഷം എൻഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യാണ്? സെറ്റ് അസൈഡ് ചെയ്യാണ്. അപ്പം 31/12/2002 പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ 25,377 ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 25,377. അപ്പം നമ്മൾ സെറ്റ് അസൈഡ് ചെയ്യാണ്. ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും മാറ്റിവെക്കുകയാണ്. അങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ എന്ത് ചെയ്യണം? അത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അപ്പോൾ അതേ ഡേറ്റ് തന്നെ 31/12/2002 തന്നെ നമ്മൾ എന്ത് ചെയ്യും? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എത്രയാണ് വരിക? അതെങ്ങനെയാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ എങ്ങനെയായിരിക്കും? രണ്ടാമത്തെ വർഷം എൻഡിങ്ങിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 25,377 പ്ലസ് ഒന്നാമത്തെ വർഷം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 1270. അത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ വർഷം എൻഡിങ്ങിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ 25,377 പ്ലസ് 1270 രണ്ടാമത്തെ വർഷത്തെ എൻഡിങ്ങിലുള്ള മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് പ്ലസ് ഏതാണ്? ഒന്നാമത്തെ വർഷം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയപ്പോൾ കിട്ടിയ ഇൻട്രസ്റ്റ്. അപ്പോൾ 26,647 നമുക്ക് എമൗണ്ട് ആയിട്ട് കിട്ടുക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? അത് 647 100ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലാത്തത് കൊണ്ട് തന്നെ 650 താഴെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? അത് 26,600 കൺസിഡർ ചെയ്യും. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ 26,600 ടു ബാങ്ക് അക്കൗണ്ട് 26,600. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ടും ഒന്നാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം അടുത്ത വർഷം അവസാനമാണ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് എന്ത് നടത്തണം? അടുത്ത വർഷം അതായത് അവസാനത്തെ വർഷം എൻഡിങ്ങിൽ നമുക്ക് എന്ത് കിട്ടും? മൂന്നാമത്തെ വർഷം എൻഡിങ്ങിൽ നമുക്ക് എന്ത് കിട്ടും? ഈ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും. എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട്. അപ്പോൾ എത്രയായിരിക്കും ഇൻട്രസ്റ്റ് വരിക? എത്രയായിരിക്കും ഇൻട്രസ്റ്റ് കിട്ടുക? നമ്മൾ ആദ്യ വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എത്രയാണ്? 25,400 ആണ് അല്ലേ? പ്ലസ് രണ്ടാമത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എത്രയാണ്? 26,600 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ്? 5%, 5/100. അപ്പോൾ 52,000 ഇൻറ്റു 5/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ വർഷം എൻഡിങ്ങിൽ നമുക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക? 2,600 രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2,600 രൂപ ഇൻട്രസ്റ്റ് കിട്ടുന്ന എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 2,600 ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ 2,600. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തെ വർഷം അവസാനം എന്ത് ചെയ്യണം? നമ്മളെ ആ കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക? നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ എത്ര എമൗണ്ട്? 2,600 ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 2,600. അപ്പോൾ നമ്മളെ ഇൻട്രസ്റ്റ് മൂന്നാമത്തെ വർഷം എൻഡിങ്ങിൽ നമുക്ക് എന്ത് കിട്ടി? ഇൻട്രസ്റ്റ് കിട്ടി. പിന്നെ എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം? മൂന്നാമത്തെ വർഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് സെറ്റ് അസൈഡ് ചെയ്യുന്നുണ്ട്, മാറ്റി വെക്കുന്നുണ്ട് 25,377 രൂപ. അതിനുള്ള എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കാം. 31/12/2003 പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ 25,377 ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 25,377 എമൗണ്ട് സെറ്റ് അസൈഡ്. നമ്മളെ
മൂന്നാമത്തെ വർഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തു 25,377 രൂപ മാറ്റിവെച്ചു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ വർഷം റിഡംഷൻ നടക്കുന്ന വർഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിസീവ് ചെയ്യും, റിയലൈസ് ചെയ്യും. എത്രയായിരിക്കും നമുക്ക് മൂന്നാമത്തെ വർഷം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ആയിട്ട് കിട്ടുക? നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 55,000 രൂപയാണ് നമുക്ക് മൂന്നാമത്തെ വർഷം അവസാനിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് റിയലൈസ്ഡ് എന്ന് പറഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ 55,000 രൂപയായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് തിരിച്ച് കിട്ടുക. 31/12/2003 ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 55,000 ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് 55,000 ഇൻവെസ്റ്റ്മെൻറ്റ് റിയലൈസ്ഡ് ഓർ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റിയലൈസ്ഡ് ആകുന്ന എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പ്രോഫിറ്റ് ആണോ ഉണ്ടാകുന്നത്, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായിട്ടുള്ളത് എന്നിങ്ങനെ കണ്ടുപിടിക്കുക. നമുക്ക് എത്ര എമൗണ്ട് ആണ് മൂന്നാമത്തെ വർഷം അവസാനിക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കാം. 55,000 രൂപയാണ്. അതേപോലെ തന്നെ എത്ര എമൗണ്ട് ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ളത് എന്ന് നോക്കാം. ആദ്യത്തെ വർഷം എത്ര എമൗണ്ട് ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്? 25,400 ആണ്. രണ്ടാമത്തെ വർഷം എത്രയാണ്? 26,600 ആണ്. ഇത് രണ്ടും ടോട്ടൽ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 52,000 ആണ് നമുക്ക് എന്ത് കിട്ടുക? ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ 2 വർഷമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 52,000 ആയിരിക്കും. അപ്പോൾ നമ്മൾ 52,000 രൂപയാണ് 2 വർഷമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മൂന്നാമത്തെ വർഷം ആകുമ്പോഴേക്ക് നമുക്ക് എത്ര രൂപയാണ് കിട്ടിയിട്ടുള്ളത്? 55,000 രൂപയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം എന്ത്? അവിടെ നമുക്ക് ലോസ് അല്ല ഉണ്ടായിട്ടുള്ളത്, പ്രോഫിറ്റ് ആണ് അല്ലേ? നമ്മൾ 52,000 രൂപയെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, പകരം നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 55,000 രൂപ കിട്ടിയിട്ടുണ്ട്. ബാക്കി 3,000 രൂപ എന്താണ്? നമുക്ക് ബെനഫിറ്റ് ആണ്, പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്? 31/12/2003 സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ 3,000 ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് 3,000 പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈസ് ട്രാൻസ്ഫർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് 3,000 നമ്മൾ എന്ത് ചെയ്തു? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫേർഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ റിഡംഷൻ നടത്തിയിട്ട് ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡ്യൂ ആകുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആകുന്ന എൻട്രിയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ്. അപ്പോൾ 31/12/2003 ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്? ടോട്ടൽ റിഡംഷൻ എമൗണ്ട് 80,000 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 80,000. അപ്പോൾ എമൗണ്ട് ഡ്യൂ ആകുന്ന എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം? ആ എമൗണ്ട് റിസീവ്ഡ് ആവുന്ന പേയ്മെൻറ്റ് നടത്തുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കിട്ടുന്നതായിട്ടുള്ള എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യണം. അത് നമുക്കറിയുന്നതാണ്. 31/12/2003 ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 80,000 ടു ബാങ്ക് അക്കൗണ്ട് 80,000 പേയ്മെൻറ്റ് മെയ്ഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അപ്പം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് കിട്ടുന്നതായിട്ടുള്ള എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അവസാനമായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലുള്ള ബാലൻസ് നമ്മൾ ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ടുള്ള എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യണം. 31/12/2003 സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ റിസർവ് അക്കൗണ്ട് എമൗണ്ട് 83,001 നമുക്ക് എവിടെ നിന്ന് കിട്ടി? അത് നമ്മൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യേണ്ടതല്ല. നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ എമൗണ്ട് റെക്കോർഡ് ചെയ്താൽ മതി. എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ലെഡ്ജർ അക്കൗണ്ടാണ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട്. ഇത് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ജേർണൽ എൻട്രീസ് നോക്കിയിട്ട് ജസ്റ്റ് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്കറിയാം ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഉണ്ട്. ഫസ്റ്റ് എന്താണ് നടക്കുന്നത്? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ ആദ്യം എന്താ നടക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എമൗണ്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് 31 ക്രെഡിറ്റ് സൈഡിൽ 31/12/2001 പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 25,377 രൂപ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിലൊന്നുമില്ല. അപ്പോൾ ഡെബിറ്റ് സൈഡ് ബാലൻസ് ചെയ്യുമ്പോൾ 25,377 രൂപ കിട്ടും. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യും? ബാലൻസ് സി ബാഡി ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 25,377 രൂപ റെക്കോർഡ് ചെയ്തു. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വർഷം 31/12/2002 ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും 25,377 രൂപ. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടാമത്തെ വർഷം ഇൻട്രസ്റ്റ് കിട്ടുന്നതായിട്ടുള്ള എൻട്രി റെക്കോർഡ് ചെയ്തപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ 1,270 രൂപ റെക്കോർഡ് ചെയ്യാം.
പിന്നെ എന്ത് ചെയ്യാനുണ്ട്, എല്ലാ വർഷവും ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്, എമൗണ്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന മറ്റ് ക്രെഡിറ്റ് സൈഡിൽ 25,377 രൂപ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്താൽ 52,024 രൂപ കിട്ടും. ഡെബിറ്റ് സൈഡിലൊന്നുമില്ല. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 52,024 രൂപ റെക്കോർഡ് ചെയ്തു. പിന്നെ 31/12/2003 ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ 52,024 രൂപ റെക്കോർഡ് ചെയ്തു. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, മൂന്നാമത്തെ വർഷം ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 2,600 രൂപ റെക്കോർഡ് ചെയ്തു. പിന്നെ എന്തുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയാണ്, 25,377 രൂപ. അപ്പോൾ ഇനിയൊന്നും റെക്കോർഡ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്താൽ 83,001 രൂപ കിട്ടും. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല, ഒരു ഐറ്റവും ഇല്ല. അപ്പോൾ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ 83,001 രൂപ മാറ്റി എഴുതി. അപ്പോൾ ആ 83,001 രൂപ നമ്മൾ എവിടത്തേക്കാണ് മാറ്റുക, ജനറൽ റിസർവ് അക്കൗണ്ടിലേക്കാണ്. ബാലൻസ് ക്യാരി ഡൗൺ എന്നല്ല പറയാം, നമുക്ക് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ കിട്ടുന്ന അവസാനത്തെ ബാലൻസ് നമ്മൾ എവിടത്തേക്കാണ് മാറ്റുക, ജനറൽ റിസർവിലേക്കാണ് മാറ്റുക. ആ 83,001 രൂപയാണ് നമ്മൾ ജേണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവസാനം സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ടു ജനറൽ റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്, രണ്ടാമത്തെ ലെഡ്ജർ അക്കൗണ്ടാണ് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ നോക്കുക, ജേണൽ എൻട്രീസ് നോക്കിയാൽ മനസ്സിലാവും. 31/12/2001 ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നതായിട്ടുള്ള എൻട്രി ഉണ്ട്. അപ്പോൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു ബാങ്ക് ആണ് വരിക. അപ്പോൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ വർഷം എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, 25,400 ആണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് നോക്കിയൊന്നുമില്ല. അപ്പോൾ 25,400 നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തു. ആ എമൗണ്ട് നമ്മൾ 31/12/2002 ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 25,400 ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തു. പിന്നെ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ വർഷം എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, 26,600. അപ്പോൾ ടോട്ടൽ ചെയ്താൽ 52,000. അപ്പോൾ 52,000 നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തു. പിന്നെ മൂന്നാമത്തെ വർഷം ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 31/12/2003 ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്തു, ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 52,000 റെക്കോർഡ് ചെയ്തു. പിന്നെ എന്താണ് നടക്കുന്നത്, പിന്നെ എന്ത് നടക്കുന്നുണ്ട്, അവസാനത്തെ വർഷം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 55,000 രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തിരിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് മറ്റേ എത്ര റെക്കോർഡ് ചെയ്തു, 55,000 റെക്കോർഡ് ചെയ്തു. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ 55,000 രൂപ ഉണ്ട്, ഡെബിറ്റ് സൈഡിൽ എത്രയുള്ളൂ, 52,000 രൂപയുള്ളൂ. അപ്പോൾ 55,000 രൂപ നമ്മൾ എടുത്തെഴുതി. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ബാക്കി വരുന്ന 3,000 രൂപ എന്തായിട്ട് എഴുതും, സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. മൂന്നാമതായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ലെഡ്ജർ അക്കൗണ്ടാണ് 12% ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ 12% ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നാമത്തെ വർഷം അതായത് 31/12/2001 ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് എമൗണ്ട് റിസീവ് ചെയ്യുന്ന എൻട്രി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരിക, ബാങ്ക് അക്കൗണ്ട് ടു 12% ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, ബാങ്ക് അക്കൗണ്ട് എന്ന് മറ്റേ എത്ര രൂപ റെക്കോർഡ് ചെയ്തു, 80,000 രൂപ റെക്കോർഡ് ചെയ്തു. ഡെബിറ്റ് സൈഡിൽ ഒന്നുമില്ല. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, 80,000 രൂപ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തു. അത് അടുത്ത വർഷം 31/12/2002 12% ഡിബെഞ്ചേഴ്സ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 80,000 രൂപ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് സൈഡിൽ 80,000 രൂപ ഉണ്ട്, ഡെബിറ്റ് സൈഡിൽ ഒന്നുമില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, 80,000 രൂപ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്തു. അത് മൂന്നാമത്തെ വർഷം 31/12/2003 ആകുമ്പോൾ എന്ത് ചെയ്യും, ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ 80,000 രൂപ റെക്കോർഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഒന്നുമില്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യും, ആ 80,000 രൂപ നമ്മൾ എന്ത് ചെയ്യും, 31/12/2003 ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ആ 80,000 രൂപ നമ്മൾ എന്ത് ചെയ്യും, ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ തിരിച്ചു കൊടുക്കും, റീപേയ്മെൻറ്റ് നടത്തും. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് 80,000 രൂപ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തതായിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യാനുണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൻ്റെ ലെഡ്ജർ അക്കൗണ്ട് കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, അപ്പോൾ അവസാനത്തെ വർഷമാണ് എന്ത് നടക്കുന്നത്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ 31/12/2003 എന്ത് നടക്കുന്നുണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എമൗണ്ട് ഡ്യൂ ആകുന്ന എൻട്രി ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് മറ്റേ എത്ര റെക്കോർഡ് ചെയ്തു, 80,000 രൂപ റെക്കോർഡ് ചെയ്തു. ആ എമൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് റിസീവ് ചെയ്യുന്നതായിട്ടുള്ള പേയ്മെൻറ്റ് നടക്കുന്നതായിട്ടുള്ള എൻട്രി ഉണ്ട്. അതായത് ഏതാണ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക്. അപ്പോൾ
ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 80,000 രൂപ റെക്കോർഡ് ചെയ്തു. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എക്സാമിന് ലോങ്ങസ്റ്റ് ആയിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഇത് സിങ്കിങ് ഫണ്ട് മെത്തേഡാണ്. അപ്പോൾ സിങ്കിങ് ഫണ്ട് മെത്തേഡിൽ എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരിക എന്നൊന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ആദ്യത്തെ വർഷം എന്ത് എൻട്രീസാണ് വരിക? ആദ്യം അവരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് എമൗണ്ട് മാറ്റി വെക്കുന്ന എൻട്രിയും അതേപോലെ തന്നെ ആ മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള എൻട്രി. പിന്നെ രണ്ടാമത്തെ വർഷം അതേപോലെ തന്നെ എത്ര വർഷം ഉണ്ടോ റിഡംഷന് വേണ്ടിയിട്ട് അത്രയും വർഷം എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് കിട്ടുന്നതായിട്ടുള്ള എൻട്രി, അതേപോലെ തന്നെ ആ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. പിന്നെ എന്തുണ്ടാവും? പിന്നെ ആ വർഷം രണ്ടാമത്തെ വർഷം എന്ത് നടക്കുന്നുണ്ടാവും? എമൗണ്ട് മാറ്റി വെക്കുന്നുണ്ടാവും. ആ എമൗണ്ട് മാറ്റി വെക്കുന്ന എൻട്രി, പിന്നെ ആ മാറ്റി വെച്ച എമൗണ്ടും ഇൻട്രസ്റ്റും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന എൻട്രി. പിന്നെ അവസാനത്തെ വർഷം എന്തുണ്ടാവും? ഇതേ എൻട്രി തന്നെ റിപ്പീറ്റ് ചെയ്യും. ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്ന എൻട്രി, ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി, പിന്നെ എന്ത് ചെയ്യും? മാറ്റിവെക്കുന്ന എമൗണ്ട് മാറ്റിവെക്കുന്ന എൻട്രി. പിന്നെ എന്തുണ്ട്? പിന്നെ അവസാനത്തെ വർഷം വരുന്ന പുതിയതായിട്ടുള്ള എൻട്രിയാണ് എന്ത്? ഇൻവെസ്റ്റ്മെൻറ്റ് റിയലൈസ് ചെയ്യുന്ന എൻട്രി. പിന്നെ പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റിൻ്റെ എൻട്രി, ലോസ് ആണെങ്കിൽ ലോസിൻ്റെ എൻട്രി. പിന്നെ എന്തുണ്ട്? നമ്മളെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എമൗണ്ട് ഡ്യൂ ആകുന്ന എൻട്രി, പിന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്ന എൻട്രി. പിന്നെ അവസാനമായിട്ട് എന്തുണ്ട്? ബാക്കി വരുന്ന സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ ബാക്കി വരുന്ന ബാലൻസ് ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. ഇതൊക്കെ പഠിച്ചു വെക്കുക.